എമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കാനഡ ജോലി ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ. മറ്റു ജോലിക്ക് ഒന്നും ട്രൈ ചെയ്യാതെ ഈ ജോലിക്ക് തന്നെ പോകണം എന്നുള്ള വാശി പിടിച്ച് നിൽക്കുന്നത് പോലെയാണ്. ആ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പുതിയ ഐഡിയയുമായിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് അരികിലേക്ക് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നാൽ ചന്ദ്രമതി ശ്രുതിക്കും നല്ല കണക്കിന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു ദിവസം രാവിലെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ പാർലറിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ചെയ്യുന്നത്. പാർലറിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ പ്രവീൺ എന്ന് പറയുന്നവൻ പണത്തിന് വേണ്ടിയിട്ട് ശ്രുതിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പണം കിട്ടാതെ അവൻ പോവില്ല എന്നുള്ള മട്ടില് പാർലറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇരിക്കുകയാണ്. അതേ സമയം തന്നെയാണ് ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ശ്രുതി വന്നു എന്നുള്ള കാര്യം അറിയുന്നതുകൊണ്ട് തന്നെ അവനെ തൽക്കാലത്തേക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് ശ്രുതി വന്നിട്ട് സംസാരിക്കുന്നത് പണത്തിന്റെ കാര്യം തന്നെയാണ്. കാനഡയിൽ പോകാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛൻ്റെ അടുത്ത് 14 ലക്ഷം രൂപ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി പറയുന്നത്. എല്ലാവരും എന്തിനാ പണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനെന്താ പണം കഴിക്കുന്ന മരമാണെന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി അടുത്ത് ഭയങ്കരമായിട്ട് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഞാനല്ലാതെ നിന്റെ അടുത്ത് വേറെ ആരാ പണം ചോദിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രുതി തിരിച്ചു ചോദിക്കുമ്പോൾ ശ്രുതിക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാവാണ്. എങ്ങനെങ്കിലും ശ്രുതി തൻ്റെ അടുത്ത് പണം ചോദിക്കുന്ന പരിപാടി നിർത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് ശ്രുതിയുടെ അടുത്ത് പുതിയൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാത്തിനും കൂട്ടു നിൽക്കില്ലേ നിന്റെ കൂടെ നിന്റെ അമ്മ? നീ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അമ്മ പറയുന്നത് മാത്രമല്ലേ നീയോ അനുസരിക്കുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്ത് പണം തരാൻ വേണ്ടി പറയാണേ. അതിന് എൻ്റെ അമ്മയുടെ അടുത്ത് ഇവിടെ അത്രയ്ക്കും പണം എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. പണം നിങ്ങളുടെ വീടില്ലേ, വീടിൻ്റെ ആധാരം ഓൾറെഡി സച്ചി കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് പണയം വെച്ചിരിക്കുകയല്ലേ. അതിൻ്റെ കൂടെ കുറച്ച് പണം കൂടി നിനക്ക് എടുത്തു തരാൻ വേണ്ടി പറ. അങ്ങനെയാകുമ്പോൾ നിനക്ക് കാനഡയിൽ പോകാനുള്ള കാര്യം റെഡിയാവുമല്ലോ. ശ്രുതി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഉറപ്പായിട്ട് തരികയും ചെയ്യും. അതുകൊണ്ട് പോയിട്ട് അവിടെ ചോദിക്കുകയും അല്ലാതെ എൻ്റെ മുമ്പിൽ വന്നിട്ട് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണം എടുത്തു തരാൻ വേണ്ടി പറ്റില്ല എന്ന് പറയണേ. ശ്രുതിൻ്റെ അടുത്ത് ശ്രുതി ദേഷ്യത്തോടു കൂടിയിട്ടാണ് കാര്യം പറഞ്ഞതെങ്കിലും ശ്രുതിയുടെ ഐഡിയ കൊള്ളാം എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നിൽക്കട്ടെ, എന്തായാലും ഇന്ന് ഞാൻ ഈ കാര്യത്തിലൊരു തീരുമാനമാക്കുമെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീട്ടിലേക്ക് ചെന്നിട്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വന്നിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവർ സംസാരിക്കുന്ന സമയത്ത് അവിടെ സച്ചിയും അതുപോലെ രേവതിയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരുടെ മുമ്പിലും കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ച് പറയാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്, അച്ഛാ എനിക്ക് എന്തായാലും കാനഡയിൽ പോയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം പോലെ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, അച്ഛാ ഇവൻ എന്തോ ഒരു പദ്ധതി ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ. ശ്രുതി സംസാരിക്കുന്നതിൻ്റെ കുറുകെ സംസാരിക്കുന്നത് സച്ചിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ കുറുകെ സംസാരിച്ചിട്ടാണ് ശ്രീകാന്തും വർഷയും ഇവിടെ ഇറങ്ങിപ്പോയത്. എന്നാൽ ചില ദാരിദ്ര്യം പിടിച്ചേറ്റുകളൊക്കെ ഇവിടെ തന്നെ കിടപ്പാണ് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ എന്തിനാ എല്ലാത്തിലും എന്നെ ഇങ്ങനെ വലിച്ചഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്? അന്ന് മണ്ഡപത്തിൽ വെച്ചിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ? ആ സമയത്ത് സച്ചിയുടെ പിന്നെ നോക്കി നിൽക്കണമായിരുന്നു. സച്ചിയുടെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വർഷയുടെ അച്ഛനെ അടിച്ച് കൈയും കാലും ഓടിച്ചേനെ. ഇങ്ങനെ വിട്ടു എന്നുള്ള കാര്യം ഓർത്തിട്ട് സന്തോഷത്തോളം വേണ്ടി പറയാനുണ്ട് ചെയ്യുന്നത്. അതെ, ഇവൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇവനെ എല്ലാത്തിനും പിരികേറ്റി വിടുന്നതും. ഇവനാണെന്നുണ്ടെങ്കിൽ ഇവളുടെ സംസാരം കേട്ടിട്ട് വലിയ ഹീറോ ആയെന്നുള്ള നടിപ്പും ഒക്കെ ആണെന്ന് പറയാനുണ്ട് ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ സച്ചിയും പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ ഞാൻ വലിയ ഹീറോയൊന്നുമല്ല, പക്ഷേ ആരെങ്കിലും എന്നെ തട്ടിക്കയറാൻ വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഞാൻ ചോദ്യം ചെയ്തിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ സച്ചിയും ചന്ദ്രമതിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ എൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങൾ ആദ്യം മിണ്ടാതിരിക്കുക. അതാദ്യം നീ നിന്റെ അമ്മയുടെ അടുത്ത് പറ. ഇവര് ആടിമാസം ഓഫർ മാതിരി എപ്പോഴും പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയണേ സച്ചി. തുടർന്ന് രവിയും പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുക. ആദ്യം ശ്രുതി എന്താന്ന് വെച്ചാൽ കാര്യം പറയട്ടെ. അച്ഛാ എനിക്ക് കാനഡയിൽ ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ലാക്സിലാണ് സാലറി കിട്ടാൻ വേണ്ടി പോകുന്നത്. 14 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞ് എനിക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ അമ്മ ചെയ്തു തരണം എന്നുള്ള കാര്യം പറയാണേ. എടാ ഞാൻ എന്ത് ചെയ്തു തരാണെന്നുള്ള കാര്യം ചന്ദ്രമതി കേട്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് സച്ചിയും പറയാണ് കേട്ടോ, ഇവനെന്താ അമ്മ വല്ല ബാങ്ക് എന്താ വെച്ച് നടത്തുന്ന പോലെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത്? 14 ലക്ഷം രൂപ എങ്ങനെ ശ്രുതി അമ്മയ്ക്ക് തരാൻ വേണ്ടി പറ്റുന്നത്? അവളുടെ കയ്യിൽ എവിടുന്നാ പണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ് കേട്ടോ, അച്ഛാ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. അമ്മ തരണമെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ശരി അമ്മ തരണമെന്ന് വിചാരിച്ചു, പക്ഷെ പണം ഇവിടുന്ന് ആകാശത്ത് പൊട്ടി മുളച്ചു വരുമോ?
നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പോലും ശ്രുതി അത്രയും പണം ഇല്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അച്ഛാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ മനസ്സ് വെച്ചാൽ നടക്കുമെന്ന്. എടാ നീ എന്താ പറഞ്ഞു വരുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം വീണ്ടും ചന്ദ്രമതി പറയുന്ന സമയത്ത് അമ്മേ ഈ വീടില്ലേ അത് വെച്ച് തന്നാൽ മതി. തുടർന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ, നീ ഓൾറെഡി അച്ഛൻ്റെ പണം 50 ലക്ഷം രൂപ എടുത്തിട്ട് ഓടി. ഇത്രയും നാൾ നിന്റെ കണ്ണ് എന്താണ് വീടിൻ്റെ മേലെ പെടാത്ത എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വീടുള്ള സമയത്ത് ഞാൻ എന്തിനാ അവിടെ ഇവിടെയും പോയിട്ട് പണത്തിന് വേണ്ടിയിട്ട് അലയുന്നതെന്ന് ചോദിക്കുകയാണെ ശ്രുതി. സച്ചിക്ക് കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ വീടിൻ്റെ ആധാരം പണയം വെച്ചത് നിനക്കറിയില്ലെന്ന് രവി ചോദിക്കുന്ന സമയത്ത് അറിയാം അച്ഛാ, ഈ വീടിൻ്റെ വാല്യൂ കൂടുതലാണ് എന്നും 14 ലക്ഷം രൂപ ഈസി ആയിട്ട് കിട്ടും അച്ഛാ, ലോൺ ടോപ്പപ്പ് ചെയ്താൽ മതി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അവൻ എന്ത് ഈസി ആയിട്ടാ പറയുന്നത്, സെൽഫോണ് ടോപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ പറയുന്നത് കേട്ടില്ലേന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണ് സച്ചി. എടാ ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ നീ തലയിടണ്ട എന്ന് പറയുമ്പോൾ ശരി ശരി നീ സംസാരിച്ചോ, ഇതിൻ്റെ അവസാനം എന്തായിരിക്കും തീരുമാനം എന്നുള്ള കാര്യം ഞാനും അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയെന്ന് സച്ചി പറയുന്നുണ്ടേ. കാരണം ഈ കാര്യത്തിൽ ചന്ദ്രമതിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. എല്ലാത്തിനും ശ്രുതിക്ക് കൂട്ടു നിൽക്കുന്ന ചന്ദ്രമതി ഈ ഒരു ആഗ്രഹം നടത്തി കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മുടെ സച്ചിക്കും. തുടർന്ന് അമ്മയെ സോപ്പിടാൻ വേണ്ടിയിട്ട് നേരെ അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നിരിക്കുകയാണ് കേട്ടോ. അമ്മ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് 14 ലക്ഷം രൂപ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അമ്മയൊന്ന് ഓക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ കാനഡയിൽ പോയിട്ട് വന്നിട്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും കാനഡയിൽ പോയി കഴിഞ്ഞാൽ നീ ആ വഴിക്ക് പോകുമെന്നും പിന്നെ ഒരിക്കലും നീ തിരികെ വരില്ല. ഓൾറെഡി നിനക്ക് 50 ലക്ഷം രൂപ ഇവിടെ തരാനുണ്ട്, അതും അമ്മയുടെ തലയിൽ തൊട്ടിട്ട് നീ സത്യം ചെയ്തതാണ് 6 മാസം കൊണ്ട് പണം തരും എന്നുള്ള കാര്യം. എന്നാൽ ഇന്ന് വരെ 1 രൂപ പോലും അതിന്റെ പേരിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എക്സ്ട്രാ നീ 14 ലക്ഷം കൂടി റീചാർജ് ചെയ്യണോ? മൊത്തത്തില് എത്രയായി രേവതി ചോദിക്കുമ്പോൾ 64 ലക്ഷം. മൊത്തത്തിൽ പറഞ്ഞ ഏകദേശം 1/2 കോടി രൂപ മേലെ വരും. എത്ര ഈസി ആയിട്ടാച്ചാ അവൻ ചോദിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ഇതിനു മുമ്പ് മേടിച്ച പണം ഇപ്പൊ തരാൻ വേണ്ടി പോകുന്ന എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ മൊത്തമായിട്ട് തരും. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട്, ശ്രുതി ഈ നാട്ടിൽ തന്നെ നീ ഒരു ജോലിക്കും 1 മാസത്തിൽ കൂടുതൽ പോയിട്ടില്ല, ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അച്ഛാ എനിക്ക് ഒരിക്കലും ഏറ്റിട്ടുള്ള ഒരു ജോലിയല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് കിട്ടിയത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ജോലിയാണ്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് അച്ഛാ. അമ്മ എന്നെ വിശ്വസിക്കുമല്ലോ. അമ്മ മാത്രമല്ല എന്നെ എപ്പോഴും വിശ്വസിക്കാറുള്ളത്, മറ്റുള്ളവരെല്ലാം എന്നെ പാവയെ പോലെ തട്ടിക്കളിക്കും. അമ്മ എപ്പോഴും പറയാറില്ലേ ഞാൻ വലിയ ആളായിട്ട് വരും എന്നുള്ള കാര്യം. ഇപ്പൊ അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് പറയാണേ. ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് ഒരു കുലുക്കമില്ല കേട്ടോ, ഒന്നും പറയുന്നില്ല. അപ്പോഴേക്ക് ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. ശ്രുതി വന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കുന്നത് പോലെ തോന്നിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ എന്താ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെയാണ് തോന്നിയത്, എന്നാലേ സീരിയസ് ആയിട്ടല്ല, ഇവിടെ ഒരുത്തൻ കോമഡി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് രേവതി കാര്യം പറയാനാണ് ചെയ്യുന്നത്. കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്റെ ഭർത്താവ് ഈ വീട് ആധാരം പണയം വെച്ചിട്ട് പണം ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ശ്രുതിയുടെ അടുത്ത് പറഞ്ഞെന്നും ശ്രുതിയാണ് ഈ ഒരു ഐഡിയ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചോദിക്കാൻ വേണ്ടി പറഞ്ഞു തന്നെന്നുള്ള കാര്യം കൂടി ചന്ദ്രമതിയുടെ മുമ്പിൽ വെച്ചിട്ട് ശ്രുതി പറയാണ് കേട്ടോ. ശ്രുതിയുടെ പേര് അവിടെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് തന്നെ എങ്ങനെങ്കിലും ചന്ദ്രമതിന് മുമ്പ് എസ്കേപ്പ് ആവണല്ലോ. ആൻറ്റി പെട്ടെന്ന് തന്നെ പണം വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞതാണ്. എൻ്റെ അടുത്ത് ഇപ്പൊ പണം കൊടുക്കാനുള്ളൊരു സിറ്റുവേഷൻ അല്ലല്ലോ, അത് ആൻറ്റിക്ക് അറിയാലോ എന്ന് ചോദിക്കുകയാണേ. തുടർന്ന് ശ്രുതി വീണ്ടും ചന്ദ്രമതിയുടെ കയ്യിൽ പിടിച്ചിട്ട് അമ്മേ വീടിന്റെ ആധാരം വെച്ചിട്ട് അമ്മ ഒരു 14 ലക്ഷം രൂപയും കൂടി മേടിച്ച് തന്നാലെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതിയുടെ ഭാവം അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട് നിനക്ക് വീടും കൂടി തന്നിട്ട് ഞങ്ങൾ എല്ലാവരും നടുത്തെരുവിൽ പോയി നിൽക്കണമെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇരുന്നോട്ട് എണീറ്റിട്ട് പുറകിലേക്ക് അങ്ങ് പോവുകയാണേ. എന്താ അമ്മ ഇങ്ങനെ പറയുന്നതെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതിയുടെ ദേഷ്യം കാണുമ്പോഴേക്കും ശ്രുതിക്കും പേടിയാവുന്നുണ്ട്. ഞാൻ പിന്നെ എന്താണിടാ പറയേണ്ടത്, ഇവിടെ ഞാൻ വരണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും വന്നു ചേരുന്നില്ല. എനിക്കെന്ന് പറയാൻ ഈ വീട് മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് തന്നതാണ്. ഇത് ഞാൻ നിനക്ക് തന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കണോ? അമ്മ എന്താ അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്? അമ്മ എപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ടല്ലേ സംസാരിക്കുക എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ആവാൻ വേണ്ടി പറ്റില്ല എന്നും നീ പഠിച്ചിട്ടുണ്ടല്ലോ, കാനഡയിൽ പോയിട്ട്
എന്താണോ സമ്പാദിക്കുക അത്രയൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇവിടെ എന്താ നിനക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ അത് സമ്പാദിച്ചാൽ മതി നീ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ശരിക്കും ഷോക്ക് അടിച്ച പോലെ നിൽക്കാറ് കേട്ടോ. കാരണം സുധിയുടെ എല്ലാ വൃത്തികേട്ടിനും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് ചന്ദ്രമതിയാണല്ലോ. ആദ്യമായിട്ടാണല്ലോ സുധീരുടെ അടുത്ത് ഒരു കാര്യം എതിർത്ത് സംസാരിക്കുന്നത്. അത് ഭയങ്കര ഷോക്കാവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് സച്ചി ഓടി ചെന്നിട്ട് നമ്മുടെ രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ അമ്മ ഇപ്പോഴാണ് ന്യായത്തിന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചത്. ഞാൻ വിചാരിച്ചു അവൻ ചോദിച്ച ഉടനെ തന്നെ അമ്മ എടുത്തു കൊടുക്കുമെന്ന്. പക്ഷെ അമ്മ അത് കറക്റ്റായിട്ട് പറഞ്ഞു. എടാ നിനക്ക് കിട്ടിയതുപോലെ ആയില്ലേ, അവന്റെ കരണത്തടിച്ചതുപോലെ തന്നെ അമ്മ പറഞ്ഞു. അത് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണേ ചന്ദ്രമതിയുടെ അടുത്ത്. ഇവിടെ തന്നെ നിന്ന് സമ്പാദിച്ചിട്ട് കൊടുത്തു തീർക്കാനുള്ള കടങ്ങളെല്ലാം കൊടുത്തു തീർത്തതിന് ശേഷം നിന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നീ എവിടെ വേണമെങ്കിലും പോയിക്കോ. തുടർന്ന് ചന്ദ്രമതിയുടെ അടുത്ത് വീണ്ടും സുധി പറയാൻ കേട്ടോ, അമ്മ ഒരിക്കലും ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല എന്നുള്ള കാര്യം. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടടാ. എന്നാൽ ഈ വീടിന്റെ കാര്യത്തിൽ എൻ്റെ തീരുമാനം ഞാൻ ഒരിക്കലും മാറ്റില്ല. ആധാരം പണയം വെച്ച് കുറച്ച് എടുത്തിട്ട് മൊത്തമായിട്ട് ഈ വീട് പോകാൻ വേണ്ടിയിട്ടാണോ? എൻ്റെ അച്ഛൻ എനിക്ക് അവസാനമായിട്ട് തന്നതാണ്. ഈ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, ആൻറ്റി ശ്രുതി ചോദിക്കുന്നതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് നിന്റെ അച്ഛൻ്റെ അടുത്ത് മേടിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ടേ. അയ്യോ ആൻറ്റി അച്ഛൻ ജയിലിലല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പുറത്ത് വന്നതിന് ശേഷം നീ മേടിച്ചു കൊടുക്ക്. ഈ വീട് വെച്ചിൻ്റെ ആധാരം പണയം വെച്ച് ഞാൻ ഇനി 1 രൂപ പോലും മേടിച്ചു തരില്ല. സുധി എന്തായാലും ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു ജോലി തേടട്ടെ. അങ്ങനെ വീണ്ടും സച്ചി കളിയാക്കുന്ന സമയത്ത്, കണ്ടില്ലേ അമ്മേ എല്ലാവരും ജോലി ഇല്ലാത്തതിന്റെ പേരിൽ എന്നെ കളിയാക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, കളിയാക്കാന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഒരു ജോലി തേടാൻ വേണ്ടി നോക്ക്. അങ്ങനെ ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ രവിയും പറയുന്നുണ്ട്, ഇന്നാണ് ചന്ദ്രേ നീ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു അമ്മയായിട്ട് സംസാരിച്ചത്. നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നുണ്ട്. ആരംഭം മുതലേ നീ അവൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് അവൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയേനെ. നീയാണ് ഇവനെ ഈ അവസ്ഥയിലാക്കിയത് തന്നെ. സുധി അങ്ങനെ വീണ്ടും പറയുന്നുണ്ട്, അമ്മേ ഇത്തവണ ഒരു തവണയും കൂടിയൊക്കെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ, ഇനി മേലാൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ കൺമുമ്പിൽ വന്ന് നിന്നോരുതെന്ന് പറഞ്ഞ് ചന്ദ്രമതി പോവാണ്. അത് കഴിഞ്ഞ് സച്ചി സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എപ്പോഴും അമ്മയുടെ സംസാരം കേട്ട് ജീവിക്കുന്ന ആളല്ലേ, ഇത്തവണയെങ്കിലും അമ്മയുടെ വാക്ക് കേട്ടിട്ട് മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടി നോക്കുമെന്ന് പറഞ്ഞിട്ട് പോവാണേ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ശ്രുതിയാണ് കേട്ടോ നാണം കെട്ടുന്നത്. കാരണം ശ്രുതിയുടെ ഐഡിയ ആണ് ഇത് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ. ആകെ നാണം കെടുന്നുണ്ട്.